നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രേംജി. ഇന്ന് നമുക്ക് പോർക്ക് വീട്ടിൽ തയ്യാറാക്കുന്ന വിധം നോക്കാം. നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക. ബ്ലഡ് പോകുന്ന തരത്തിൽ വാഷ് ചെയ്തെടുത്തതിന് ശേഷം നല്ല കാന്താരി മുളകും, ചെറിയ ഉള്ളി, സവോള, തക്കാളി, നാടൻ ഇഞ്ചി എന്നിവ തൊലി കളഞ്ഞ് വൃത്തിയായിട്ട് കഴുകി മാറ്റി വയ്ക്കുക. അതിൻ്റെ കൂടെ നല്ല വെളുത്തുള്ളി തൊലി കളഞ്ഞ് വൃത്തിയാക്കി അതിൽ ചേർക്കേണ്ടതുണ്ട്. കാരണം കൊളസ്ട്രോള് നമ്മുടെ ശരീരത്തിൽ നിന്നും നീക്കം ചെയ്യുവാൻ ഏറ്റവും ബെറ്റർ വെളുത്തുള്ളിയാണ്. പിന്നെ അടുപ്പ് കത്തിക്കുക. അടുപ്പിൽ പാചകം ചെയ്ത് കഴിഞ്ഞാൽ നല്ല രുചികരമായിട്ടുള്ള ഭക്ഷണം നമുക്ക് കഴിക്കാൻ കഴിയും. അതിനുശേഷം നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഈ പോർക്ക് മീറ്റിൽ ആവശ്യത്തിന് മുളക് പൊടിയും അതിൽ മല്ലിപ്പൊടിയും പിന്നെ മഞ്ഞപ്പൊടിയും ആഡ് ചെയ്ത് ചേർക്കുക. അതിനുശേഷം കല്ലുപ്പ് തന്നെ അത് ചേർക്കാൻ ശ്രമിക്കണം. പിന്നെ നന്നായിട്ട് ആ ഒരു മാംസത്തിൽ ഇതെല്ലാം ഇളക്കി നന്നായിട്ട് ഞവടി പിടിപ്പിക്കുക. അതിനുശേഷം ശുദ്ധമായ വെളിച്ചെണ്ണ, നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് മൺകറിച്ചട്ടിയിൽ നല്ല വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ അതിൽ കടുകിട്ട് പൊട്ടിക്കുക. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ ആ പറമ്പിലെ നമ്മൾ നാടൻ കറിവേപ്പില അതിൽ ചേർത്ത് ഒന്ന് ഫ്രൈ ആക്കുക. നാടൻ കറിവേപ്പില അതങ്ങനെ ഫ്രൈ ആയി വരുമ്പോൾ കാരിമുളക് അതിലിട്ട് കൊടുക്കുക. കാരിമുളകും ഇങ്ങനെ വാടി അത് ഫ്രൈ ആയി വരുമ്പോൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും അതിലേക്ക് ആഡ് ചെയ്യുക. ഇത് രണ്ട് മൂന്ന് ഐറ്റം അതിലെങ്ങനെ എണ്ണയിൽ നല്ല ഒരു മണം വരും ഫ്രൈ ആകുമ്പോൾ. ആ സമയത്ത് നമ്മൾ തക്കാളി അതിലേക്ക് ഇടുക. കാരണം അടിയിൽ നിന്ന് നല്ല ചൂടാണ് മുകളിലേക്ക് വരുന്നത്. കരിയാതിരിക്കാൻ വേണ്ടിയാണ് തക്കാളി ആഡ് ചെയ്ത് നമ്മളതിൽ തക്കാളിയും കൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നത്. അതിനുശേഷം നമ്മൾ സവോള ഇടുകയായി. സവോള 2-3 സവോള ചെറുതായിട്ട് അരിഞ്ഞ സവോള അതിലേക്കിട്ട് അത് നന്നായിട്ട് ഒന്ന് വഴറ്റി ഇളക്കി ഒന്ന് വഴറ്റി ബ്രൗൺ കളറായി എന്ന് നമുക്ക് അത് കണ്ടാൽ അറിയാവുന്ന തരത്തിൽ ആകുമ്പോൾ ബ്രൗൺ കളറാകുമ്പോൾ അതിലേക്ക് ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് വൃത്തിയാക്കി കഴുകി വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം. ആ വഴറ്റി എടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് മസാല പുരട്ടി ഈ പോർക്ക് മീറ്റ് ഇട്ട് കൊടുക്കാം. പോർക്ക് മീറ്റ് അതിലേക്ക് ഇട്ട് കൊടുത്താൽ ആ അടുപ്പിൻ്റെ കല്ലുകളൊന്നും മറിയാതെ തന്നെ വളരെ ശ്രദ്ധയോടെ മനോഹരമായി അടിയിൽ നിന്നും മുകളിലേക്ക് ഇളക്കി കുറച്ച് വെള്ളം, ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് വീണ്ടും നമ്മൾ നന്നായിട്ട് ഒന്ന് ഇളക്കുക. ഇളക്കിയതിന് ശേഷം അതിൽ വെളിയിൽ പോകാത്ത രീതിയിലുള്ള എന്തെങ്കിലും തവയോ മറ്റോ ഉപയോഗിച്ച് ആ കനലിലിട്ട് നന്നായിട്ട് ഒന്ന് വേവിച്ച് എടുക്കുക. ഏകദേശം 1 മണിക്കൂറോളം നമ്മളതിൽ അങ്ങനെ ഇട്ട് വേവിച്ച് എടുത്തതിന് ശേഷം അപ്പമോ ദോശയോ റൈസോ ഇതിൻ്റെ കൂടെയൊക്കെ നമുക്ക് രുചികരമായിട്ടുള്ള നമ്മുടെ ഈ പോർക്ക് മീറ്റ് ചേർത്ത് കഴിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്താൻ മടിക്കാതിരിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്ക് എല്ലാവർക്കും വിനീത നമസ്കാരം.